അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 14. വിശ്വാസത്തിൽ ബലഹീനനായവനെ സ്വീകരിക്കുവിൻ. അവന്റെ വിവാദപരമായ അഭിപ്രായങ്ങളെപ്പറ്റി വിധി കൽപ്പിക്കരുത്. ഒരുവന്റെ വിശ്വാസം എന്തും ഭക്ഷിക്കുവാൻ അവൻ അനുവദിക്കുന്നു. എന്നാൽ വിശ്വാസത്തിൽ ബലഹീനനായവൻ സസ്യാദികൾ മാത്രം ഭക്ഷിക്കുന്നു. എല്ലാം തിന്നുന്നവൻ തിന്നാത്തവന്റെ നേരെ അവജ്ഞ കാണിക്കരുത്. അതുപോലെ തന്നെ എല്ലാം തിന്നാത്തവൻ തിന്നുന്നവനെ കുറ്റം വിധിക്കുകയും അരുത്. ദൈവം അവനെ അംഗീകരിച്ചിരിക്കുന്നുവല്ലോ. മറ്റൊരുവന്റെ ദാസനെ വിധിക്കാൻ നീ ആര്? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ അവന്റെ സ്വന്തം യജമാനന്റെ ദൃഷ്ടിയിലാണ്. അവനെ താങ്ങി നിർത്തുവാൻ കഴിയുന്ന യജമാനൻ അവനെ നിർത്തിക്കൊള്ളും. നിർത്തുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഒരുവൻ ഒരു ദിവസത്തെ മറ്റൊരു ദിവസത്തേക്കാൾ ശ്രേഷ്ഠമെന്ന് കരുതുന്നു. മറ്റൊരാൾ എല്ലാ ദിവസങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നു. ഓരോരുത്തനും അവനവന്റെ മനസ്സിൽ പൂർണ്ണബോധ്യം ഉണ്ടായിരിക്കട്ടെ. ഒരു ദിവസത്തിന് വിശേഷത കൽപ്പിക്കുന്നവൻ കർത്താവിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നു. മാംസം ഭക്ഷിക്കുന്നവനും അതിനായി ദൈവത്തെ സ്തുതിക്കുന്നതുകൊണ്ട് കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി ഭക്ഷിക്കുന്നു. അത് വർജിക്കുന്നവനും കർത്താവിന് വേണ്ടി വർജിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. എന്തെന്നാൽ നമ്മിൽ ആരും തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്ക് വേണ്ടി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി മരിക്കുന്നു. അതുകൊണ്ട് ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും കർത്താവായിരിക്കേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും വീണ്ടും ജീവിക്കുകയും ചെയ്തത്. എങ്കിൽ പിന്നെ നീ എന്തിന് സഹോദരനെ വിധിക്കുന്നു? അഥവാ എന്തിന് സഹോദരനെ അവജ്ഞയോടെ വീക്ഷിക്കുന്നു? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ. തിരുവെഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തോട് ഏറ്റുപറയും എന്നിങ്ങനെ കർത്താവ് ആണയിട്ട് പറയുന്നു. അതിനാൽ നാം ഓരോരുത്തരും അവനവനെക്കുറിച്ച് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കുന്നത് നിർത്തുക. നേരെ മറിച്ച് സഹോദരന്റെ വഴിയിൽ ഇടർച്ചയോ തടസ്സമോ വയ്ക്കാതിരിക്കാൻ തീരുമാനിച്ചുകൊള്ളുക. ഒരു ഭക്ഷണവും അതിൽ തന്നെ അശുദ്ധമല്ല എന്ന് കർത്താവായ യേശുവിലായിരിക്കുന്ന എനിക്ക് തികഞ്ഞ ബോധ്യമുണ്ട്. എന്നാൽ ഏതെങ്കിലും വസ്തു അശുദ്ധമെന്ന് കരുതുന്നവന് അത് അശുദ്ധം തന്നെ. നിന്റെ ഭക്ഷണം സഹോദരന് മനക്ലേശം ഉളവാക്കുന്നുവെങ്കിൽ നീ സ്നേഹത്തിൽ നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ സഹോദരനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. നിങ്ങൾ ശരിയെന്ന് കരുതി ചെയ്യുന്ന ഒരു കാര്യത്തെ അന്യർ ദുഷിച്ചു പറയുവാൻ ഇടവരുത്തരുത്. എന്തെന്നാൽ ദൈവരാജ്യം ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും കാര്യമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. ഇങ്ങനെ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തിന് പ്രസാദമുള്ളവനും മനുഷ്യർക്ക് സ്വീകാര്യനുമാണ്. ആകയാൽ നമുക്ക് സമാധാനത്തിനും അന്യോന്യം ആത്മിക പരിപോഷണത്തിനും വേണ്ടി ഉറ്റുശ്രമിക്കാം. ദൈവത്തിന്റെ പ്രവൃത്തിയെ ഭക്ഷണത്തിന്റെ പേരിൽ നശിപ്പിക്കരുത്. എല്ലാ ഭക്ഷണവും ശുദ്ധമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ഇടർച്ചയുണ്ടാക്കുന്ന വസ്തു ഭക്ഷിക്കുന്നത് ദോഷം തന്നെ. മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും നിന്റെ സഹോദരന്റെ വീഴ്ചയ്ക്കിടയാക്കുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള നിന്റെ വിശ്വാസം നീയും ദൈവവും തമ്മിലുള്ള ഒരു കാര്യമായി കരുതിക്കൊള്ളുക. താൻ അംഗീകരിക്കുന്ന കാര്യത്തിൽ തന്നെത്താൻ കുറ്റം വിധിക്കാത്തവൻ ഭാഗ്യവാൻ. സംശയത്തോടെ ഭക്ഷിക്കുന്നവനോ താൻ ഭക്ഷിക്കുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാത്തതിനാൽ കുറ്റക്കാരനാകുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപം തന്നെ.